എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ ഷൈനി മധുസൂദനൻ. വെറും ഷൈനിയല്ല, ചാണകസംഗിണി, വർഗീയ ചാണകസംഗിണി ഷൈനി മധുസൂദനൻ. വർഗീയ വിഷം മാത്രം തുപ്പാനറിയുന്ന, വർഗീയത മാത്രം പറയുന്ന ചാണകസംഗിണി. വർഗീയതയില്ലാത്ത ഒരുപാട് മാന്യന്മാരോട് കുറച്ച് വർഗീയത പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോ എന്റെ വർഗീയത കേൾക്കാൻ എല്ലാവരും തയ്യാറാണെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് മാത്രമാണ് വർഗീയത, മറ്റുള്ളവരാരും പറയുന്നത് വർഗീയതയല്ല. എനിക്ക് മാത്രമാണ് വർഗീയത. അതിൽ സന്തോഷമേ ഉള്ളൂ, അത് കേൾക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും കൂടിയിട്ട് ചാർത്തി തന്ന പേരാണ് വർഗീയ സംഗിണി, ചാണകസംഗിണി, വർഗീയ സംഗിണി. അതിന് വിഷമമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇന്ന് വർഗീയ വിഷം തുപ്പാനായിട്ട് വന്നിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദരണീയനായ ബിബിൻ ജോർജ് ആണ്. ബിബിൻ ജോർജിനെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന് തോന്നി. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രമായിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ബിബിൻ ജോർജ് എന്ന് പറയുന്ന അദ്ദേഹത്തിനേറ്റ അപമാനം. അപ്പോൾ ആ മനുഷ്യന് ഏറ്റ അപമാനം നമ്മൾ അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴി മാത്രമാണ്. സോഷ്യൽ മീഡിയയിലും അതിന് കാര്യമായിട്ടുള്ള ഒരു എന്താ പറയാ, ഇത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. എങ്കിലും അവിടെ ഇവിടേക്ക് ആയിട്ട് ഓരോ പോസ്റ്റുകൾ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴാണ് പിന്നെയും ഓരോ സോഷ്യൽ മീഡിയ, യൂട്യൂബിലെല്ലാം നമ്മൾ കാണാൻ തുടങ്ങിയത്. അതുവരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് കണ്ടത്. അപ്പൊ അദ്ദേഹത്തിനേറ്റ അപമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വളാഞ്ചേരി ജില്ലയിലെ, അതായത് പേര് പറയാൻ പോലും പാടില്ലാത്ത ജില്ലയാണ് വളാഞ്ചേരി MES കോളേജിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. ബിബിൻ ജോർജ് എന്ന മനുഷ്യനെ അവിടെ എന്തോ ഒരു പുസ്തക പ്രകാശനത്തിന് വേണ്ടി വിളിക്കുന്നു. അദ്ദേഹം പുസ്തക പ്രകാശനത്തിന് വേണ്ടി വിളിക്കാനായിട്ട്, അപ്പൊ അവിടുത്തെ യൂണിയൻ ടീംസ് ആയിരിക്കും അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കോളേജിന്റെ ഭാരവാഹികളോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആ അറേഞ്ച്മെന്റിൽ അദ്ദേഹം അവിടെ പോവാൻ തന്നെ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പുതിയ സിനിമ ഇപ്പൊ റിലീസ് ആവുന്നുണ്ട്, എന്താ ഗുമസ്തനോ അങ്ങനെ എന്തോ പേരായിട്ടൊരു സിനിമ. അപ്പൊ ആ സിനിമയുടെ കാര്യങ്ങൾ കൂടിയിട്ട്, അതായത് ഇത്രയും വലിയൊരു വേദിയിൽ കുട്ടികളെല്ലാവരും, ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ്, ഒരു കലാലയമാണ്. അപ്പൊ ആ കലാലയത്തില് അദ്ദേഹത്തിന്റെ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമയെ കുറിച്ച് കൂടി 2 വാക്ക് പറയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നിരിക്കാം. അല്ലെങ്കിൽ അത് ഇപ്പോ അവരെ പോലുള്ള മനുഷ്യരൊക്കെ സാധാരണ അങ്ങനെ ചെന്ന സമയത്ത് വായ വന്നത് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനൊന്നും ആയിരിക്കില്ല. കാരണം അറിവും പ്രാപ്തിയും കാര്യപ്രാപ്തിയും ഒക്കെ ഉള്ള മനുഷ്യരായിരിക്കും. അവരങ്ങനെ വായ വന്നത് വിളിച്ചു പറയുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. എന്തായാലും അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട് ചെന്ന ടീമുകൾക്ക്, ആ ടീമുകളോടും അദ്ദേഹവും തമ്മിൽ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നിരിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം അവിടെ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ കാലക്കേടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാലക്കേടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വരുത്തി വെക്കുന്ന കാലക്കേടാണ്. അപ്പൊ ആ കലാലയത്തിൽ ചെന്നു, പുസ്തക പ്രകാശനം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ പറയുന്ന സിനിമയെ കുറിച്ച്, അപ്പൊ അദ്ദേഹം നന്നായിട്ട് മിമിക്രി, മോണോആക്ട് ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒറ്റയ്ക്ക്, അതായത് ബിബിൻ ജോർജ് എന്ന് പറയുന്ന ആളെ നമുക്ക് കണ്ടാൽ അറിയാം, അദ്ദേഹത്തിന് കാലിനൊരു ചെറിയ വൈകല്യമുള്ളൊരു മനുഷ്യനാണ്. എന്നിട്ടും അദ്ദേഹത്തിന്റെ സ്വന്തം പ്രാപ്തി കൊണ്ടും കഴിവുകൊണ്ടും മാത്രം ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ ആ അപാകതകളൊന്നും മറച്ചു വെക്കാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കുറവുണ്ടെങ്കിൽ കൂടിയിട്ട് അത് എല്ലാവരിലും ഇങ്ങനെ പോഷിപ്പിച്ച് കാണിക്കുന്ന ഈ സമൂഹത്തില് അദ്ദേഹത്തിന്റെ ആ ഒരു ചെറിയ ന്യൂനത പിന്നെ ആരുടെ മുമ്പിലും മറച്ചു വെച്ചിട്ടില്ല. വളരെ ഓപ്പൺ ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോ അങ്ങനൊരു മനുഷ്യൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ വന്ന് പുസ്തക പ്രകാശനം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സിനിമയെ കുറിച്ച് 2 വാക്ക് പറയാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ഒരു അന്തംഗമി ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഓരോരോ ആൾക്കാരുടെ പ്രവൃത്തികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത്. അപ്പോ ഈ കലാലയത്തില് ഈ പ്രിൻസിപ്പാൾ അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി വരുന്നു. അതായത് ആരെങ്കിലും ഒരാളെ വിളിപ്പിച്ചിട്ട് മാറ്റി നിർത്തി സംസാരിക്കൊന്നുമല്ല. ക്യാമറ കണ്ണുകളും എല്ലാവരും തുറന്നിരിക്കുന്ന ആ സമയത്ത് തന്നെ സ്റ്റേജിലേക്ക് കയറി വരുന്നു. അദ്ദേഹത്തോട് പറയുന്നു, എന്തോ ഇൻസൾട്ട് ചെയ്യുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പൊ പറഞ്ഞ വിഷയം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും പിന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിനോട് പറയാണ്, സിനിമയെ കുറിച്ചിട്ട് അങ്ങനെ 2 വാക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ വക പരിപാടികളൊന്നും ഇവിടെ പറ്റില്ല. പുസ്തക പ്രകാശനത്തിന് വിളിച്ചു കഴിഞ്ഞാൽ, പ്രകാശനം കഴിഞ്ഞാൽ ഇറങ്ങി പൊക്കോളണം. അങ്ങനെയാണ് പ്രിൻസിപ്പാളിന്റെ ഉത്തരവ്. അപ്പൊ പ്രിൻസിപ്പാൾ അങ്ങനെ അദ്ദേഹത്തിനോട് സ്റ്റേജിൽ കയറി വന്നിട്ട്, സ്റ്റേജാണ്, ഒന്ന് ഓർക്കണം, നമ്മുടെ വീടോ അല്ലെങ്കിൽ വീടിനകത്തൊരു റൂമിലോ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമിലോ വിളിച്ചിട്ടല്ല കാര്യം പറയുന്നത്, ഒരു പൊതുവേദിയിലാണ്. ഒരു പൊതുവേദി എന്ന് പറഞ്ഞാൽ ആ
വേദിയിൽ പങ്കെടുക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നിരിക്കും. ആ സ്കൂളിൽ പഠിക്കുന്ന അത്രയും കുട്ടികളുണ്ടായിരിക്കും. ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. അപ്പോ ആ കോളേജിന്റെ ആ കലാലയത്തിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇത്രയും മനുഷ്യരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു കലാകാരനെ അദ്ദേഹം ചെയ്ത അപരാധം എന്താണ്? അദ്ദേഹം ചെയ്ത അപരാധം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഇവര് വിളിച്ചു വരുത്തി അപമാനിക്കാൻ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇത് വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ നിർത്തി അപമാനിക്കുക, വിളിച്ചു വരുത്തി നിർത്തി അപമാനിക്കുക. ഇത്രയും വിവരം കെട്ട പ്രിൻസിപ്പാളാണോ ഈ MBS കോളേജിലെ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇദ്ദേഹം ഒരു പ്രായമായ മനുഷ്യനാണ്. ഞാൻ ആ വീഡിയോയിലും ആ പിന്നെ ഫോട്ടോയിലൊക്കെ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹം ഒരു പ്രായമായ മനുഷ്യനാണ്. ഈ ഇത്രയും പ്രായമായിട്ട് കൂടി ഒരു പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്തും അത്യാവശ്യം വിവരം ഉണ്ടാവുന്നല്ലേ നമ്മളൊക്കെ ധരിക്കുക. അപ്പൊ ഇത്രയും പ്രായമായിട്ട് കൂടിയിട്ട് തലയ്ക്കകത്ത് യാതൊരു തരത്തിലുള്ള വെളിച്ചവും ഇല്ലാത്ത ഒരു ഇരുട്ട് മാത്രം നിറഞ്ഞ ഒരു മതേതരവാദി, അതായത് മതമില്ലാത്ത മതേതരവാദി. അയാൾക്ക് മതമൊന്നും ഉണ്ടാവില്ല, അയാൾ വളരെ നല്ല മതേതരനായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന കലാലയത്തിൽ വന്നിട്ട് ആ മനുഷ്യനെ അപമാനിച്ചു വിട്ടത്. എനിക്ക് ഒരുപാട് വിഷമം തോന്നി. ആർക്കും വിഷമം തോന്നാവുന്ന ഒരു സിറ്റുവേഷൻ ആണത്. കാരണം ഒരു പാവം മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ അപമാനിച്ചു വിടുക എന്ന് പറഞ്ഞാല് അത് ഒരു മനുഷ്യർക്ക് ചേർന്ന ഒരു പരിപാടിയല്ല. അപ്പൊ ഈ മനുഷ്യവർഗത്തിൽപ്പെടാത്ത എന്തോ വർഗമായിരിക്കാം, അല്ലാതെ മനുഷ്യരായവരെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എനിക്കറിയില്ല. അപ്പൊ ആ ഒരു അവഗണന, അപ്പൊ അതിന് തൊട്ടു മുമ്പ് വേറൊരു എന്താ പറയാ ഒരു മൊമെന്റോ കൊടുക്കുന്ന ഒരു വിഷയത്തില് രമേശ് നാരായണന് മൊമെന്റോ കൊടുത്ത് ആസിഫ് അലി ആയതുകൊണ്ട് ആസിഫ് അലിയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന കൃമി കീടങ്ങൾ അത്രയും കിടന്ന് നിലവിളിച്ചതാണ്. അത്രയും മുള്ളുമുരുക്ക് കൃമി കീടങ്ങൾ എല്ലാവരും കൂടി കിടന്ന് നിലവിളിച്ചതാണ്. അത് നിലവിളിച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പം അതിന്റെ ഒരേ ഒരു മീനിങ് അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേര് ആസിഫ് അലി എന്നാണ്. ആസിഫ് അലിക്ക് വേണ്ടി അല്ലെങ്കിൽ മണാപ്പൂവിന് വേണ്ടി ആസിഫ് അലിക്ക് വേണ്ടിയൊക്കെ നിലവിളിച്ച ആൾക്കാര് ബിപിൻ ജോർജ് എന്ന മനുഷ്യനെ കണ്ണു കാണാതെ പോയി. അവർക്ക് ആർക്കും അദ്ദേഹത്തിനെ അത് മനുഷ്യനായിട്ട് ആരും കണക്ക് കൂട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നം ഈ ബിപിൻ ജോർജ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത തെറ്റ് അദ്ദേഹത്തിന്റെ പേര് ബിപിൻ ജോർജ് എന്നായി പോയതായിരിക്കും. അതാണ്, ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ പോയത് ഈ കലാലയം എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ MBS കോളേജാണ്. അറിയാലോ, വളാഞ്ചേരി MBS കോളേജിന്റെ ഉടമസ്ഥനും വളാഞ്ചേരി MBS കോളേജ് എവിടെയാ നിൽക്കണേന്നും അതിന്റെ മാനേജ്മെന്റ് ആരാണെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആ മാനേജ്മെന്റിൽ നിൽക്കുന്ന കോളേജിൽ നിന്ന് അത് സംഭവിച്ചാൽ അത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് വിചാരിച്ചിട്ട് തടിയൂരി പോന്നത് സമാധാനം. അപ്പൊ ഒരുപാട് കുട്ടികൾ അവിടെ പഠിച്ചിരുന്ന കുട്ടികൾക്ക് മുഴുവനും എന്തുമാത്രം വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും, ആ ഒരു മനുഷ്യന് എന്തുമാത്രം വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം പല കുട്ടികളുടെയും ആരാധന കഥാപാത്രങ്ങളായിരിക്കാം, പല കുട്ടികളുടെയും ഹീറോസ് ആയിരിക്കും. എല്ലാവരുടെ മുൻപിൽ വെച്ചിട്ട് ആ ഒരു മനുഷ്യനെ അപമാനിച്ചിറക്കി വിട്ടപ്പോ ഈ കോളേജ് മാനേജ്മെന്റിന്റെ സംസ്കാരവും കോളേജ് പ്രിൻസിപ്പാളിന്റെ സംസ്കാരവും ഒക്കെ നമ്മൾ കാണുന്നില്ലേ? അപ്പൊ ഇത് പറയുമ്പോഴ് നമ്മൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പോൾ അപ്പൊ നമ്മൾ വർഗീയ സംഗിണിയാണ്, നമ്മൾ വർഗീയ വിഷം തുപ്പാണ്. ഇപ്പൊ മനാഫിന്റെ കേസിൽ തന്നെ എന്റെ വീഡിയോ എടുത്തോണ്ട് പോയിട്ട് ഏതോ ഒരു മാതൃഭോഗി, അവനെ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ, കുറെ മാതൃഭോഗികളുണ്ട് ഇങ്ങനെ ഈ എന്താ പറയാ മറ്റുള്ളവരുടെ പിന്നെ പോകുന്ന വേസ്റ്റിന്റെ, ഞാൻ അതിന്റെ പേരൊന്നും പറയുന്നില്ല, മറ്റുള്ളവരുടെ പിന്നെ പോകുന്ന വേസ്റ്റിന്റെ പുറത്തോട്ട് പോകുന്ന വേസ്റ്റിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ കൊണ്ടുപോയി പിന്നെ എടുത്തുപയോഗിക്കുന്ന കുറെ വൃത്തികെട്ടവന്മാരുണ്ട് യൂട്യൂബില്. ഈ യൂട്യൂബില് എനിക്ക് അവന്റെ പേരൊന്നും അറിയാൻ പാടില്ല, ഏതോ ഒരു ചാവാലി, അവനെ അങ്ങനെ പറയാനേ പറ്റുള്ളൂ. അപ്പൊ അവൻ നമ്മളുടെ വീഡിയോസിന്റെ ചില ഭാഗങ്ങൾ എടുത്തോണ്ട് പോയിട്ട് ഓരോ കഷ്ണങ്ങളും പീസുകളും കൊണ്ടുപോയിട്ട് വർഗീയ സംഘിണിയാണ് ഇത്, വർഗീയത മാത്രം പറയുന്നതാണ്. ഞാൻ എന്ത് വർഗീയതയാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ വർഗീയത ഒരാളുടെ സ്വകാര്യതയിൽ കയറി കൂടി കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അത് മനാപ്പായാലും ആസിഫ് അലി ആയാലും മറ്റുള്ളവരായാലും നമ്മൾ പറയും. അങ്ങനെ ഒരാളെ മാത്രം ജാതി നോക്കി വേർതിരിച്ചിട്ട് പറയുന്ന ആളല്ല ഞാൻ. അത് ഏത് ജാതിക്കാരൻ പറഞ്ഞാലും തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയും. അത് പറയാൻ പാടില്ല. പേരിന്റെ അറ്റത്ത് ഇതേപോലത്തെ ഒരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പറയാൻ പാടില്ല, മറ്റുള്ളവരെ പറയാൻ പാടുള്ളൂ. അപ്പൊ ആ കോളേജിലെ സംഗതി നടന്നിട്ട് ഇതേവരേക്കും സോഷ്യൽ മീഡിയയിൽ മാത്രമല്ലാതെ ബാക്കി ഒരു ചാനലുകളും അത് ചർച്ചയാക്കിയില്ല. ആസിഫ് അലി വിഷയത്തിൽ ഇങ്ങനെ ചാനലുകൾ ഇങ്ങനെ അന്തിക്ക് ചർച്ചയായിരുന്നു. മനാഫിന്റെ വിഷയമാണെങ്കിൽ ഇങ്ങനെ തീ കത്തുന്ന പോലെ കത്തിക്കുമായിരുന്നു. മനാഫിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി മൊത്തം കേരളക്കരെ ആകെ പിന്നെ ഹാഷ്മിയൊക്കെ തൂങ്ങിച്ചാവാൻ തന്നെ തയ്യാറായിരുന്നു മനാഫുവിന് വേണ്ടിയിട്ട്. അപ്പൊ മണാഫുവിന്റെ അത്രയ്ക്ക് അല്ലെങ്കിൽ ആസിഫ് അലിയുടെ അത്രയ്ക്ക് പ്രത്യേകതയൊന്നും ബിപിൻ ജോർജിനില്ല, ബിപിൻ ജോർജ് എന്ന മനുഷ്യനില്ല. അല്ലെങ്കിൽ പേര് നോക്കിയിട്ടാണ്. ഇന്നിപ്പോ മതേതര കേരളം
ആൾക്കാർക്ക് വില കൊടുക്കുന്നതും ബഹുമാനം കൊടുക്കുന്നതും കാര്യങ്ങൾ സീരിയസ് ആവുന്നതും പേര് നോക്കിയിട്ടാണ്. ഇത് പറഞ്ഞാൽ വർഗീയതയാണ്. ഇപ്പൊ എനിക്ക് കിട്ടും എന്റെ വീഡിയോസ് എടുത്തോണ്ട് പോയിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് ഇങ്ങനെ മറഞ്ഞിരുന്ന് ഒളിഞ്ഞിരുന്ന് ഈ പട്ടികൾക്ക് എല്ല് കിട്ടിക്കഴിഞ്ഞാൽ പട്ടികൾ അത് കടിച്ചെടുത്തോണ്ട് പോവില്ലേ? അപ്പൊ കടിച്ചെടുത്തോണ്ട് പോകുമ്പോ അത് ആരും കാണാണ്ട് പാത്തും പതുങ്ങിയും കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ആ കിട്ടിയ എല്ല് നക്കി തിന്നുന്ന ചില പട്ടികളുണ്ട്. അപ്പൊ ആ കിട്ടിയ എല്ല് ചില പട്ടികൾക്ക് ചില എല്ല് കിട്ടുമ്പോ ആ എല്ലിൻ കഷ്ണം കൊണ്ടുപോയിട്ട് മറയത്ത് കൊണ്ടുവച്ചിട്ട് പിന്നെ കടിച്ചു നക്കി തിന്നുന്ന പോലെ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ പൊട്ടും പൊടിയും എടുത്തോണ്ട് കൊണ്ടുപോയി മറവിൽ കൊണ്ടുവച്ചിട്ട് വർഗീയ സംഗിണി വർഗീയ വിഷം തുപ്പി, വർഗീയ സംഗിണി വർഗീയ വിഷം തുപ്പി. അപ്പൊ ഈ വർഗീയ സംഗിണി വർഗീയ വിഷം തുപ്പി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കി കാണിക്കുമ്പോ എന്താ കാണിക്കണമെന്നറിയോ? ആദ്യം തന്നെ ഹാഷ്മിയുടെ പിന്നെ ഡയലോഗാണ് ആദ്യം കാണിക്കുന്നത്. ആ ഹാഷ്മിയുടെ ഡയലോഗിൽ ഹാഷ്മി പറയുന്നുണ്ട്, 2 ഓടിയും 1 ബെൻസും മലേഷ്യയില് ബിസിനസ്സും ഹോട്ടൽ മാനേജ്മെന്റും ഉള്ള മനാഫ്. ആ മനാഫിനെ ഞാൻ അവിടെ പോയിട്ട് ഗംഗാവലി പുഴയുടെ തീരത്ത് പോയിട്ട് ഞാൻ മനാഫിനെ കാണുമ്പോൾ മനാഫിന്റെ കൈ ചുട്ടുപൊള്ളുകയായിരുന്നു കൂട്ടുകാരെ. അയാളുടെ കൈ ചുട്ടുപൊള്ളുകയായിരുന്നു, അയാൾക്ക് പനിയായിരുന്നു. അയാൾ അവിടെ നിന്നുകൊണ്ടാണ് ഈ ഗംഗാവലി പുഴയിലേക്ക് നോക്കിയിട്ട് കൂട്ടുകാരനെ നോക്കി മോങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി മറിക്കുമ്പോ ആ തള്ളി മറിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മനാഫിന്റെ വീട്ടിൽ 2 ഓടി ഉണ്ടായിരുന്നു, ബെൻസ് ഉണ്ടായിരുന്നു, അവന് മലേഷ്യയിൽ ബിസിനസ് ഉണ്ടായിരുന്നു. സോ വാട്ട്? അതാണോ മനാഫിന്റെ യോഗ്യത? മനാഫ് എവിടെന്നോ എന്തോ ഉണ്ടാക്കി അവന്റെ വീട്ടിൽ പലതും ഉണ്ടായിരിക്കും. ഇതാണോ ഒരു മനുഷ്യന്റെ യോഗ്യത? അതായത് വകതിരിവ്, സംസ്കാരം വട്ടപൂജ്യമാണ് ഈ പറയുന്ന മനുഷ്യന്. അവനെയാണ് ഇവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ എന്താ പറയാ വലിയ ദിവ്യദൃഷ്ടിയുള്ള അല്ലെങ്കിൽ വലിയൊരു ദിവ്യനായിട്ടുള്ള മനുഷ്യനായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അയാൾ വായ തുറന്നപ്പോ പറഞ്ഞ വർത്തമാനം നമ്മൾ കേട്ടതാണ്. ഒരു കൂട്ടുകാരൻ മരിച്ചു, അയാളുടെ മനസ്സിൽ വിഷമം തോന്നി. അതൊക്കെ സ്വാഭാവികമാണ്. ഏതൊരു കൂട്ടുകാരനും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആത്മാർത്ഥതയുള്ളവർക്ക് ഒരു വിഷമം ഉണ്ടാവും. എന്ന് വെച്ചിട്ട് അയാൾ ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യണോ? അതാണോ? അപ്പൊ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ വർഗീയത പറയാണെന്നല്ല അതിനർത്ഥം. അതല്ല അതിൽ മനസ്സിലാക്കേണ്ടത്. ഓരോ വ്യക്തികൾക്കും ഓരോരോ അവസരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോരോ വ്യക്തികൾക്കും ഓരോരോ പരിമിതികളുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതിയല്ലോ. അതേ ഞാനും പറഞ്ഞുള്ളൂ. അപ്പൊ അതിനാണ് ഈ പറയുന്നത് ഞാൻ വർഗീയത പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മനാഫ് തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, എന്ത് ഞാൻ അവന്റെ ബൈക്കല്ലേ കാണിച്ചു കൊടുത്തുള്ളൂ, ഷഡ്ഡി കാണിച്ചു കൊടുത്തില്ലല്ലോ. അപ്പൊ അത്രയും ദിവ്യനായ മനാഫ് പറയുന്ന ഡയലോഗുകളാണ് ഇതൊക്കെ. ഞാൻ അവന്റെ കുട്ടീനെ എന്റെ 4ാമത്തെ കുട്ടിയായിട്ട് വളർത്തും. അതിലും വലിയ ഡയലോഗ്. അയാളുടെ വീട്ടിൽ കയറി പോയിട്ട് താൻ എന്തിനാണോ ഇത്രയും കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? തനിക്ക് തന്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ചാ പോരെ എന്നേ നമ്മൾ ചോദിച്ചുള്ളൂ. അതിന് നമ്മൾ വർഗീയ സംഗിണി, ചാണക സംഗിണി. ഇവർക്ക് ഇതിനെ പറയാനായിട്ട് വർഗീയത, ഇവിടെ വർഗീയമായ പാർട്ടികൾ ഉണ്ടാവാം. അതായത് മതത്തിന്റെ പേരിലുള്ള പാർട്ടിയുണ്ട്. മുസ്ലിം ലീഗ് നമ്മുടെ മതത്തിന്റെ പേരിലുള്ള പാർട്ടിയാണ്. മതങ്ങളുടെ പേരിലുള്ള സംഘടനകളുണ്ട്, മതത്തിന്റെ പേര് ചാർത്തിയ പാർട്ടികളുണ്ട്. അപ്പൊ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയക്കാരും മതം തന്നെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ നാട്ടില് അതൊന്നും ഇവർക്ക് കണ്ണു കാണില്ല. എവിടെ കാനഡയിൽ കിടക്കുന്ന ഒരു ചാവാലിയുണ്ട്. ഒരു പഴയ ടോയ്ലറ്റ് കുഴിയിൽ എത്തിച്ചു നോക്കാൻ പോയാൽ അത് ദുർഗന്ധം പിന്നെയും ഭേദമാണ്. ഒരു പഴയ ടോയ്ലറ്റ് കുഴിയിൽ എത്തിച്ചു നോക്കാൻ പോയാൽ അതിലേക്ക് പിന്നെയും എത്തിച്ചു നോക്കാം. അതിനേക്കാളും തറയായിട്ടുള്ള ഒരു കനേഡിയൻ ഒരു ചാവാലിയുണ്ട്. ഈ കനേഡിയൻ സർക്കാർ പിന്നാള് വാണിംഗ് കൊടുത്ത് വിട്ടു. അവളുടെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കി വിട്ടു എന്നാ പറഞ്ഞത്, ഇസ്രായേലിനെതിരെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു ചാവാലി. പിന്നെ കുറെ ചാവാലികളുണ്ട്. ഈ മനുഷ്യന്റെ എന്താ പറയാ വേസ്റ്റ് ആയിട്ട് പോകുന്നതിന് എത്രയൊക്കെ പോയി എന്തൊക്കെ പോയി എന്നൊക്കെ നോക്കി അതും എടുത്തുകൊണ്ട് പോയി നക്കിത്തന്ന് ജീവിക്കുന്ന കുറെ യൂട്യൂബർമാരുണ്ട്. ആ യൂട്യൂബർമാരുടെ പണി ഇതാണ്. നമ്മളുടെ വീഡിയോ എടുത്തോണ്ട് പോയിട്ട് അതിന്റെ പൊട്ടും പൊടി എടുത്തോണ്ട് പോയിട്ട് അതില് എന്തൊക്കെയുണ്ട്, എത്ര വർഗീയതയുണ്ട്, എത്ര വർഗീയ വാക്കുണ്ട്, സംഘിണിയാണ്, RSS ആണ് എന്നും പറഞ്ഞിട്ട് പറയാനായിട്ട്. മതത്തിന്റെ പേരിൽ പാർട്ടി തുടങ്ങിയിട്ട് ആ പാർട്ടികൾ വെച്ച് വയ്പ്പിക്കുന്ന ആ അവസ്ഥയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ സാധാരണ ഒരു ഇന്ത്യൻ പൗരയാണ്. എനിക്ക് എന്റേതായ ഒരു പൗര സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന അവകാശങ്ങളെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് എന്റേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റേതായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ആൾക്കാർക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ വീഡിയോസ് എടുത്തുകൊണ്ട് പോയിട്ട് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് തെരഞ്ഞു നോക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമുക്ക് പറയുന്നതാണ് പിന്നെ സംഘിണി എന്നുള്ളൊരു പട്ടം. സംഘിണി പട്ടം തരുന്നതുകൊണ്ട് എനിക്ക് യാതൊരു അഭിമാനക്കുറവുമില്ല. സംഘിണി അല്ലെങ്കിൽ സംഘം എന്ന് പറഞ്ഞാൽ RSSന്റെ ഫുൾ ഫോം എന്താണ്? രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. രാഷ്ട്രീയം സ്വയം സേവിക്കുന്ന, രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സേവിക്കുന്ന മനുഷ്യരുടെ ഒരു കൂട്ടമാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. ഇനി ഇതൊന്നും അറിയാത്ത, തലയ്ക്കകത്ത് യാതൊരു ആൾതാമസവും ഇല്ലാത്ത എന്നെ സംഘിപ്പട്ടം തരുന്ന ആൾക്കാരോട് ഞാൻ പറയാണ്, ഈ പറയുന്ന വാക്കുകള് RSS എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണ്? രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. രാഷ്ട്രത്തെ
സ്വയം സേവിക്കുന്ന സംഘം, അത്രേ ഉള്ളൂ. മുസ്ലിം ലീഗ്, മുസ്ലിം എന്ന് പറയുന്ന ജാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ വർഗീയ പാർട്ടി, അത് മുസ്ലിം ലീഗ്. അപ്പൊ അതേപോലത്തെ SDPI ഇവിടുത്തെ എന്താണ്? അതിന് മുമ്പുണ്ടായിരുന്ന സംഘടനകളൊക്കെ എന്താണ്? അപ്പം നിങ്ങളുടെ വർഗങ്ങൾക്ക് ഇതൊന്നും ആർക്കും കണ്ണു കാണില്ല. ഇവിടുത്തെ മേലാളന്മാർ, രാഷ്ട്രീയ മേലാളന്മാർക്ക് ഇതൊന്നും കണ്ണു കാണില്ല. നമ്മൾ പറയുന്ന നമ്മുടെ അഭിപ്രായങ്ങളെ എടുത്തോണ്ട് പോയിട്ട് അത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ചിക്കിച്ചകഞ്ഞ് അതിങ്ങനെ ഈ നായക്ക് കിട്ടിയ എല്ല് പോലെ കൊണ്ടുപോയിട്ട് കാണിക്കുന്ന, നക്കി തിന്നുന്ന കുറെ യൂട്യൂബർമാരുണ്ട്. കാരണം സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ കഴിവില്ല. അപ്പൊ മറ്റുള്ളവരുടെ വീഡിയോ എടുത്തോണ്ട് പോയിട്ട് കൊണ്ടുവച്ച് ഈ ചെയ്യുന്ന പരിപാടിക്കാണ് അന്യന്റെ മുതൽ അപഹരിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടുവച്ച് അവനവന്റെ മാളത്തിൽ കൊണ്ടുവച്ച്, മാളത്തിലിരിക്കാനേ പറ്റുള്ളൂ, മാളത്തിൽ കൊണ്ടുവച്ച് കാണിക്കുന്ന ഒരേ കോപ്രായ തരങ്ങള്. ഇങ്ങനെയുള്ള മാതൃഭോഗികൾക്ക് ഒരുമിച്ച് പറയുന്ന പേരാണ് മാതൃഭോഗികൾ. അതാണ് അവർക്ക് വിളിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പേര്. അത്രേ ഉള്ളൂ. അപ്പോ ആസിഫ് അലിയെ അപമാനിച്ചു അല്ലെങ്കിൽ ആസിഫ് അലിക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ഒരു ആൾക്കാരും ഈ പറയുന്ന ബിബിൻ ജോർജിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞാൻ കണ്ടില്ല. അതിന് അദ്ദേഹം ചെയ്ത തെറ്റും എനിക്ക് മനസ്സിലായില്ല. ക്ഷണിച്ചിട്ട് വന്നൊരു മനുഷ്യനാണ്, വേദിയിൽ വെച്ചിട്ട് എന്തിനാണ് അപമാനിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണെന്നുണ്ടെങ്കിലും ചെയ്തത് അങ്ങേയറ്റത്തെ നെറികേടായി പോയി. അതെനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മതേതര കേരളം പൂത്തുലയട്ടെ, മതേതരത്തിന്റെ പേരിൽ പൂത്തുലയട്ടെ. അതായത് മതമില്ലാത്ത മതേതരന്മാരൊക്കെ കൂടിയിട്ട് മതേതര കേരളത്തെ പൂത്തുലയിപ്പിക്കട്ടെ. നമ്മൾ എന്തായാലും വർഗീയവാദിയാണ്, വർഗീയവാദി സംഘിണിയാണ്, കുറച്ച് വർഗീയ വിഷം തുപ്പാൻ വന്നതാണ്. എന്റെ വർഗീയ വിഷം ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി. ആരെയും ഞാൻ അടിച്ചേൽപ്പിക്കാറില്ല. ഞാൻ ലൈവ് ഇടുമ്പോഴോ ഞാൻ ഇടുന്ന വീഡിയോയോ കണ്ടുകൊള്ളണമെന്ന് ഞാൻ ആരോടും അടിച്ചേൽപ്പിക്കാറില്ല. എന്റെ അഭിപ്രായമാണ് ഞാൻ പങ്കുവെക്കുന്നത്. അതിന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അതിനുള്ള അവകാശം എനിക്ക് തരുന്നുണ്ട്. ഞാനൊരു വോട്ടറാണ്. അതിനുള്ള വോട്ടവകാശം എനിക്കുണ്ട്, അതിനുള്ള അവകാശവും എനിക്കുണ്ട്. അപ്പോ ഈ വർഗീയത ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അതിനുള്ള അവകാശം എനിക്കുണ്ട്. എന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഞാൻ ലൈവ് ഇടുന്നത്. ഞാൻ ആരുടെ ഉമ്മറത്ത് വന്നിട്ട് 10 സെന്റ് ഇറക്കാനോ 5 സെന്റ് ഇറക്കാനോ 1000 രൂപ തരാനോ ഞാൻ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ വിമർശിക്കാന്നുണ്ടെങ്കിൽ വിമർശന ഭാഷയിൽ വിമർശിക്കുക. ഈ വർഗീയ സംഘിണിയാണ് അല്ലെങ്കിൽ മറ്റതാണ് മറിച്ചതാണെന്ന് പറയേണ്ട കാര്യമില്ല. ഇനി സംഘിണി എന്ന് വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ സംഘിണിയാണ്, ചാണക സംഘിണിയാണ്, വർഗീയ സംഘിണിയാണ്, വർഗീയ വിഷം തുപ്പാൻ തന്നെ വന്നതാണ്. അപ്പൊ ഇന്നത്തെ എന്റെ വർഗീയ വിഷം തുപ്പൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും, എന്നെ കേട്ട എല്ലാവർക്കും പിന്നെ ഒരുപാട് നന്ദി. ആൻഡ് നമ്മളെല്ലാവരും ബിബിൻ ജോർജ് എന്ന മനുഷ്യനെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അദ്ദേഹം എല്ലാ തരത്തിലും ഉയരങ്ങളിൽ എത്താനായിട്ട് ഞാനും ഒരുപാട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ദെൻ എവരിബഡി, നിങ്ങൾ എല്ലാവരും ബിബിൻ ജോർജ് എന്ന നല്ല മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുക. മതേതരന്മാര് 4 നേരം മതേതരം പുഴുങ്ങി തിന്ന് ജീവിക്കട്ടെ. നമുക്കിങ്ങനെ വർഗീയതയെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ വർഗീയ സംഘിണിയാണ്, അപ്പൊ വർഗീയത മാത്രം പറയാം. ഞാൻ അപ്പൊ ഇന്ന് കുറച്ച് വർഗീയത പറഞ്ഞു, എന്റെ വർഗീയത കഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം, സന്തോഷം, ജയ് ഹിന്ദ്.